കിഡ്സ് ഏരിയ ഓൺലൈൻ്റെ സ്പെഷ്യൽ കോഴ്സസ് നിങ്ങൾക്കറിയാം. 1-ാം ക്ലാസ് മുതൽ 7-ാം ക്ലാസ് വരെ കിഡ്സ് ഏരിയ ഓൺലൈൻ ലൈവായിട്ട് ട്യൂഷൻ നൽകിക്കൊണ്ടിരിക്കുകയാണ്, ക്ലാസ് നൽകിക്കൊണ്ടിരിക്കുകയാണ്. മൺഡേ ടു ഫ്രൈഡേ ക്ലാസ് ആണ്, സാറ്റർഡേ എക്സാം ആണ്. എല്ലാ സാറ്റർഡേയ്സിലും വീക്ക്ലി എക്സാം ആണ്. അപ്പോൾ സെപ്റ്റംബർ 18-ന് ടേം 2 ക്ലാസ് സ്റ്റാർട്ട് ആവുകയാണ്. സെപ്റ്റംബർ 18-നാണ് നെക്സ്റ്റ് ടേം 2 ക്ലാസ് സ്റ്റാർട്ട് ആകുന്നത്. 1-ാം ക്ലാസ് മുതൽ 7-ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് സൂമിൽ ലൈവ് ക്ലാസ് ആയിട്ടാണ് ക്ലാസ് ഉള്ളത്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. അതിനായിട്ട് ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. 9746487799. ഈ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് വാട്സപ്പ് മെസ്സേജ് അയക്കാവുന്നതാണ്. ഹലോ ചിൽഡ്രൻ, വെൽക്കം ടു കിഡ്സ് ഏരിയ ഓൺലൈൻ. ഓണം എക്സാം 2024 ഇന്ന് 5-ാം ക്ലാസ്സിലെ കൂട്ടുകാർക്ക് ഇംഗ്ലീഷ് എക്സാം ആയിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു എക്സാം? ഈസി ആയിരുന്നോ? യെസ്, ഓക്കെ. അപ്പോൾ ആൻസേഴ്സ് ഒക്കെ അറിയണ്ടേ? അറിയണം. എന്നാൽ നമുക്കൊന്ന് ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടാലോ? ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് പോകാം. അപ്പോൾ ഈ വർഷത്തെ എക്സാം എങ്ങനെയായിരുന്നു? ആദ്യത്തെ ക്വസ്റ്റ്യൻ ആക്ടിവിറ്റി 1 കമ്പൽസറി ആയിരുന്നു അല്ലേ? ഉറപ്പായിട്ടും എഴുതണമായിരുന്നു. ആക്ടിവിറ്റി 2 മുതൽ ആക്ടിവിറ്റി 7 വരെ ഉണ്ടല്ലേ, അതിൽ ഏതെങ്കിലും 4 എണ്ണം അറ്റൻഡ് ചെയ്താൽ മതിയായിരുന്നു. അങ്ങനെ 5 ക്വസ്റ്റ്യൻ ആണ് അറ്റൻഡ് ചെയ്യാനുള്ളത്. 1-ാമത്തെ ആക്ടിവിറ്റി കമ്പൽസറി, ഉറപ്പായിട്ടും അറ്റൻഡ് ചെയ്യണം. ബാക്കിയുള്ള ക്വസ്റ്റ്യൻസിൽ നിന്നും ഏതെങ്കിലും 4 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്താൽ മതിയായിരുന്നു. നിങ്ങൾ അങ്ങനെ തന്നെയാണല്ലോ ചെയ്തിട്ടുള്ളത്? യെസ്, ഓക്കെ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം. 1-ാമത്തെ ക്വസ്റ്റ്യൻ റീഡിംഗ് കോംപ്രിഹെൻഷൻ ആയിരുന്നു. റീഡിംഗ് കോംപ്രിഹെൻഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു സ്റ്റോറിൻ്റെ ഒരു പാർട്ട് നൽകിയിട്ടുണ്ടാകും, ഒരു സ്റ്റോറി നൽകിയിട്ടുണ്ടാകും. അതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. അതിൻ്റെ ആൻസേഴ്സ് നമ്മൾ എന്ത് ചെയ്യണം? ഈ ഒരു ഭാഗത്ത് നിന്ന് കണ്ടെത്തി എഴുതണം. ഈ വർഷത്തെ എക്സാമിൽ തന്നിരുന്ന സ്റ്റോറി എന്തായിരുന്നു? ഇറ്റ് വാസ് ക്രിസ്മസ്. ഇതൊരു ക്രിസ്മസ് ആണ്. ജിം വാണ്ട് ടു ബൈ എ ക്രിസ്മസ് പ്രസന്റ് ഫോർ ഡെല്ല ഹിസ് വൈഫ്. ജിം അദ്ദേഹത്തിൻ്റെ ഭാര്യയായ ഡെല്ലയ്ക്ക് ഒരു ക്രിസ്മസ് ഗിഫ്റ്റ് നൽകാനായിട്ട് ആഗ്രഹിച്ചു. ഡെല്ല ഓൾസോ വാണ്ട് ടു ഗീവ് ജിം എ ക്രിസ്മസ് ഗിഫ്റ്റ്. ഡെല്ലയും എന്ത് ചെയ്തു? ജിമ്മിന് ഒരു ക്രിസ്മസ് ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് ആഗ്രഹിച്ചു. ഡെല്ല പ്ലാൻ ടു ബൈ എ ചെയിൻ ഫോർ ജിംസ് ഗോൾഡ് വാച്ച്. ജിമ്മിൻ്റെ ഗോൾഡ് വാച്ചിന് വേണ്ടിയിട്ട് എന്താ ഒരു ചെയിൻ വാങ്ങാൻ, ഗോൾഡ് വാച്ചിന് വേണ്ടി ഒരു ചെയിൻ വാങ്ങാൻ ആര് തീരുമാനിച്ചു? ഡെല്ല തീരുമാനിച്ചു. ഡെല്ല ഹാഡ് ലോങ് ബ്യൂട്ടിഫുൾ ഗോൾഡൻ ഹെയർ. ഡെല്ലയ്ക്ക് നല്ല സ്വർണ്ണ നിറത്തിലുള്ള മുടി ഉണ്ടായിരുന്നു. സോ ജിം ഡിസൈഡ് ടു ബൈ എ സെറ്റ് ഓഫ് ബ്യൂട്ടിഫുൾ കോംസ് ഫോർ ഡെല്ല. അപ്പോൾ ജിം തീരുമാനിച്ചു എന്താ? നല്ല ചീർപ്പ് വാങ്ങിക്കൊടുക്കാൻ. ആർക്കാ? ഡെല്ലയ്ക്ക് കോമ്പ് വാങ്ങിക്കൊടുക്കാൻ തീരുമാനിച്ചു. ബട്ട് ദേ ഡിഡ്ന്റ് ഹാവ് ഇനഫ് മണി. പക്ഷെ രണ്ടുപേരുടെ കയ്യിലും ആവശ്യത്തിന് പൈസ ഉണ്ടായിരുന്നില്ല. സോ ജിം സോൾഡ് ഹിസ് ഗോൾഡ് വാച്ച് ടു ബൈ കോംസ് ഫോർ ഡെല്ല. ജിം എന്ത് ചെയ്തു? ഡെല്ലയ്ക്ക് വേണ്ടി കോമ്പ് മേടിക്കാനായിട്ട് ആ ഗോൾഡ് വാച്ച് അങ്ങ് വിറ്റു. ബട്ട് ഡെല്ല സോൾഡ് ഹെർ ലോങ് ബ്യൂട്ടിഫുൾ ഹെയർ ടു ബൈ എ ചെയിൻ ഫോർ ജിംസ് ഗോൾഡ് വാച്ച്. ജിമ്മിൻ്റെ ഗോൾഡ് വാച്ചിന് വേണ്ടി ചെയിൻ വാങ്ങാൻ ഡെല്ല എന്ത് ചെയ്തു? ഡെല്ലയുടെ നല്ല മനോഹരമായ മുടിയും വിറ്റു. ബോത്ത് ജിം ആൻഡ് ഡെല്ല മേഡ് സാക്രിഫൈസ് ഫോർ ദെയർ ലവ്. രണ്ടുപേരും എന്ത് ചെയ്തു? അവരുടെ സ്നേഹത്തിന് വേണ്ടി അവർ ത്യാഗം ചെയ്തു. അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്തു? രണ്ടുപേരും ത്യാഗം ചെയ്തു. ഇതാണ് സ്റ്റോറി. അപ്പോൾ ഈ സ്റ്റോറിയിൽ നിന്നും ചോദിച്ച ക്വസ്റ്റ്യൻസ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഡെല്ല വാണ്ട് ടു ബൈ ഡാഷ് ഫോർ ജിം. ഡെല്ല ജിമ്മിന് വേണ്ടി എന്ത് വാങ്ങാനാണ് ആഗ്രഹിച്ചത്? വാച്ചാണോ, ചെയിൻ ആണോ, കോമ്പാണോ, ഹെയർ ക്ലിപ്പാണോ? എന്താ? ചെയിൻ. ചെയിൻ ആയിരുന്നു ആൻസർ. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? വൈ ഡിഡ് ഡെല്ല സെൽ ഹെർ ഹെയർ. എന്തുകൊണ്ടാണ് ഡെല്ല അവളുടെ മുടി വിറ്റത്? 1-ാമത്തെ ഓപ്ഷൻ, ഷീ ഹാഡ് നോ മണി ടു ബൈ എ ഗിഫ്റ്റ്. അവൾക്ക് പൈസ ഇല്ലായിരുന്നു ഗിഫ്റ്റ് വാങ്ങാൻ. ഷീ ഹാഡ് നോ കോം. അവൾക്ക് കോമ്പില്ലാത്തത് കൊണ്ട്. ഷീ ഡിഡ്ന്റ് ലൈക്ക് ലോങ് ഹെയർ. അവൾക്ക് നീളമുള്ള മുടി ഇഷ്ടമില്ലാത്തത് കൊണ്ട്. ജിം ആസ്ക്ഡ് ഹെർ ടു കട്ട് ദ ഹെയർ. ജിം അവളോട് മുടി വെട്ടാൻ പറഞ്ഞു. എന്തുകൊണ്ടാണ്? ചെയിൻ വാങ്ങാൻ വേണ്ടി പൈസ ഇല്ലാത്തത് കൊണ്ടാണ് അല്ലേ? ഷീ ഹാഡ് നോ മണി ടു ബൈ എ ഗിഫ്റ്റ്. തേർഡ് ക്വസ്റ്റ്യൻ, ജിം സോൾഡ് ഹിസ് ഗോൾഡ് വാച്ച് ബിക്കോസ്. ജിം ഗോൾഡ് വാച്ച് വിറ്റത് എന്തുകൊണ്ടെന്നാൽ ഇറ്റ് ഹാഡ് നോ ചെയിൻ. ചെയിൻ ഇല്ലാത്തത് കൊണ്ട്. ഹി വാണ്ടഡ് ടു സെൽ ഇറ്റ്. അത് വിൽക്കാൻ ആഗ്രഹിച്ചിരുന്നത് കൊണ്ട്. ഹി ഡിഡ്ന്റ് ലൈക്ക് ഹിസ് വാച്ച്. വാച്ച് ഇഷ്ടമില്ലായിരുന്നത് കൊണ്ട്.
ഹി വാണ്ട് ടു ഗെറ്റ് മണി ടു ബൈ എ ഗിഫ്റ്റ് ഫോർ ഡെല്ല. ഡെല്ലയ്ക്ക് ഗിഫ്റ്റ് വാങ്ങാൻ പൈസയ്ക്ക് വേണ്ടിയിട്ട്. ഏതാണ് കറക്റ്റ് ആൻസർ? ഓപ്ഷൻ ഡി. ഹി വാണ്ട് ടു ഗെറ്റ് മണി ടു ബൈ എ ഗിഫ്റ്റ് ഫോർ ഡെല്ല. ഫോർത്ത് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ മെയിൻ തീം ഓഫ് ദ സ്റ്റോറി? സ്റ്റോറിയുടെ മെയിൻ തീം എന്തായിരുന്നു? ഫാമിലി ആണോ, ലവ് ആൻഡ് സാക്രിഫൈസ് ആണോ, ഗിഫ്റ്റ് ആണോ, ക്രിസ്മസ് ആണോ? എന്താ? സാക്രിഫൈസ് ഫോർ ദെയർ ലവ്. ലവ് ആൻഡ് സാക്രിഫൈസ്. ഫൈൻഡ് ദ വേർഡ് ദാറ്റ് മീൻസ് ടു ഗീവ് അപ്പ് സംതിങ് വാല്യുവബിൾ. വാല്യുവബിൾ ആയിട്ടുള്ള എന്തെങ്കിലും നൽകുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഒരു വേർഡ് പറയാമോ? ഏതാണ്? സാക്രിഫൈസ്. ഏതാണ് വാക്ക്? സാക്രിഫൈസ്. ഓക്കെ, അപ്പോൾ ഇത്രയുമായിരുന്നു ഈ 5 ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഒന്നാമത്തെ ആക്ടിവിറ്റിയിൽ ഉണ്ടായിരുന്നത്. എല്ലാവരും കറക്റ്റായിട്ട് ആൻസേഴ്സ് നൽകിയിട്ടുണ്ടാകും, എഴുതിയിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഇത് മുതൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള 4 എഴുതിയാൽ മതി. ഫസ്റ്റ് ക്വസ്റ്റ്യൻ കമ്പൽസറി ആയിരുന്നു. സെക്കൻഡ് ക്വസ്റ്റ്യൻ മുതൽ, ആക്ടിവിറ്റി മുതൽ ഏതെങ്കിലും 4 എഴുതിയാൽ മതി. അപ്പോൾ സെക്കൻഡ് ആക്ടിവിറ്റി, ലെറ്റ്സ് ചാറ്റ്, കോൺവെർസേഷൻ. ടീച്ചർ entered the class. ടീച്ചർ ക്ലാസ്സിലേക്ക് വന്നു. She saw a sad face among the children. കുട്ടികളുടെ വാടിയ മുഖം കണ്ടു. It was just a raccoon. The teacher it was just a raccoon. The teacher began to talk to him. ടീച്ചർ സംസാരിക്കാൻ ആരംഭിച്ചു അവനോട്. Complete the conversation between the teacher and Chester Raccoon. Chester Raccoonum ആരും തമ്മിലുള്ളതാ? ടീച്ചറും തമ്മിലുള്ള. ടീച്ചർ ക്ലാസ്സിലേക്ക് വന്നപ്പോൾ കുട്ടികളുടെ കൂട്ടത്തിൽ ആരാണ് ദുഃഖിതനായിട്ട് കണ്ടത്? ചെസ്റ്റർ റാക്കൂണിനെ പോലെ അല്ലേ? അപ്പോൾ ചെസ്റ്റർ റാക്കൂണും ദാ ടീച്ചറുമായിട്ടുള്ള കോൺവെർസേഷനാണ്. ചെസ്റ്റർ, വാട്ട് ഹാപ്പൻ? എന്ത് പറ്റി? വൈ ആർ യു ലുക്കിംഗ് സോ സാഡ്? എന്താ നിന്നെ കാണാൻ ഒരു ദുഃഖത്തിലിരിക്കുന്നത്? എന്താ നീ വിഷമിച്ചിരിക്കുന്നത്? അപ്പോൾ ചെസ്റ്റർ പറയാണല്ലേ, അത് ടീച്ചർ പറയുന്നു. അങ്ങനെ കോൺവെർസേഷൻ. അത് നിങ്ങളുടെ അറിയാമല്ലോ, നിങ്ങളുടെ ആശയത്തിനനുസരിച്ച് നിങ്ങൾ ഓരോരുത്തരും ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് എഴുതിയിട്ടുണ്ടാകും. മൂന്നാമത്തെ ആക്ടിവിറ്റി ലൈക്സ് ആൻഡ് ഡിസ്ലൈക്സ് ആയിരുന്നു. ചെസ്റ്റർ റാക്കൂൺ ഹാസ് സം ലൈക്സ് ആൻഡ് ഡിസ്ലൈക്സ്. ചെസ്റ്റർ റാക്കൂണിന് ലൈക്സും ഉണ്ട്, ഡിസ്ലൈക്സും ഉണ്ട്. ഡു യു ഹാവ് ലൈക്സ് ഓർ ഡിസ്ലൈക്സ്? നിങ്ങൾക്ക് ലൈക്സും ഡിസ്ലൈക്സും ഉണ്ടോ? ഇഷ്ടവും ഇഷ്ടക്കേടും ഉണ്ടോ? കംപ്ലീറ്റ് ദ ഗിവൻ ടേബിൾ സ്യൂട്ടബിളി. എന്ത് ചെയ്യുക? ദാ ഇവിടെ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക. ഇവിടെ കുറച്ച് ക്ലൂസ് തന്നിട്ടുണ്ട്. ഐസ്ക്രീം, ഇവിടെ ദാ ഡോണറ്റ് ഉണ്ട്, അല്ലെങ്കിൽ ബിസ്ക്കറ്റ് ഉണ്ട്, കുക്കീസ് ഉണ്ട്, ബുക്സ് ഉണ്ട്. ഇത് വെച്ചാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ടീച്ചറിനോട് കുറച്ച് എക്സാമ്പിൾ നൽകാം. ഇവിടെ നോക്കിയേ, ചെസ്റ്റർ ലൈക്സ് റീഡിംഗ് ബുക്സ്. ചെസ്റ്റർ ബുക്ക് വായിക്കാൻ ഇഷ്ടപ്പെടുന്നു. ചെസ്റ്റർ ഡസൻ ലൈക്ക് ടു ഗോ ടു സ്കൂൾ. ചെസ്റ്റർ സ്കൂളിൽ പോവാൻ ഇഷ്ടപ്പെടുന്നില്ല. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോ, നമ്മൾ ചെസ്റ്ററിനെ കുറിച്ച് പറയാണ്. ചെസ്റ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഹീ എന്നാണ് ഇവിടെ പറയുന്നത്. ചെസ്റ്റർ, ചെസ്റ്റർ അല്ലെങ്കിൽ അവൻ. അവൻ ഇഷ്ടപ്പെടുന്നു, അവൻ ഇഷ്ടപ്പെടുന്നില്ല, അല്ലെങ്കിൽ ചെസ്റ്റർ ഇഷ്ടപ്പെടുന്നു, ചെസ്റ്റർ ഇഷ്ടപ്പെടുന്നില്ല എന്നാണല്ലേ പറയുന്നത്. ഹീ. അപ്പോൾ ഹീ ആണെങ്കിലും ഷീ ആണെങ്കിലും നമ്മൾ അതിൻ്റെ കൂടെ ലൈക്സ് എന്നാ ചേർക്കുക. The Chester likes, he likes. കണ്ടോ? ഇനി he Chester doesn't അല്ലെങ്കിൽ he doesn't എന്ന് നമ്മൾ എന്ത് ചേർക്കും? ലൈക്ക്. doesn't like എന്ന് ചേർക്കും. എന്താ ചേർക്കുക? doesn't like. ഇവിടെ ലൈക്സ് ചേർക്കും. ഹീയുടെ കൂടെയും ഷീയുടെ കൂടെയും ലൈക്സ് ചേർക്കും. എന്നാൽ ചെസ്റ്റർ ഡസൻറ്റ് വന്നാൽ എന്ത് ചേർത്തു? ലൈക്ക് ചേർത്തു. പിന്നെ ശ്രദ്ധിക്കുക, ഇവിടെ ഡസൻറ്റ് എന്നാണ് വരുന്നത്. ഓക്കെ, ഡസൻറ്റ്. ഹി ഓർ ഷീ ലൈക്സ് വരും. ഇഷ്ടമില്ലെങ്കിൽ എന്താ പറയുക? ഡസൻറ്റ് എന്നാ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഐ ചേർത്ത് പറയുമ്പോൾ എങ്ങനെയാ വരിക? ഐ ലൈക്ക്. ഐ ലൈക്ക് ടു ഗോ ടു ദ ലൈബ്രറി. ഐ ലൈക്ക്. എന്താ പറയുക? ഐ ലൈക്ക്. ഐ ലൈക്ക്. ഇനി ഇഷ്ടമില്ല എന്ന് എങ്ങനെയാ പറയുക? ഐ ഡോണ്ട് ലൈക്ക്. ഐ ഡോണ്ട് ലൈക്ക്. ഇവിടെ ഡസൻ ലൈക്ക്, ഇവിടെ ഡോണ്ട് ലൈക്ക്. ഇവിടെ ഹി ഡസൻ ലൈക്ക്, ഷീ ഡസൻ ലൈക്ക്, അല്ലെങ്കിൽ പേര് പറഞ്ഞിട്ട് ഡസൻ ലൈക്ക്. ഇവിടെ ഡോണ്ട് ലൈക്ക്. അപ്പോൾ ഇങ്ങനെ തന്നെയാണോ നിങ്ങൾ എഴുതിയിട്ടുള്ളത്? ഇത് മാത്രമാണ് ഇവിടെ ശ്രദ്ധിക്കാനുള്ളത്. ഐ ലൈക്ക് എന്ന് എഴുതണം. ഇനി ഐയുടെ കൂടെ ഇഷ്ടമില്ലെങ്കിൽ ഡോണ്ട് ലൈക്ക്. ഡസൻ ലൈക്ക് അല്ല, ഡോണ്ട് ലൈക്ക്. ഇവിടെ ഹി ഷീ ലൈക്സ് ആണ് വരിക, യെസ് കൂടി വരും. പിന്നെ ഡസൻ്റ് ആണെങ്കിൽ ഹീയുടെ ഷീയുടെ കൂടെ ഡസൻ്റാ വരിക. ഐയുടെ നമ്മുടെ കാര്യം എഴുതാൻ പറഞ്ഞു. അപ്പോൾ എന്താ വരിക? ഐ ലൈക്ക്. ഇഷ്ടമാണെങ്കിൽ ഐ ലൈക്ക്, ലൈക്സ് അല്ല ലൈക്ക്. ഇഷ്ടമല്ലെങ്കിൽ ഐ ഡസൻ ലൈക്ക് അല്ല, ഐ ഡോണ്ട് ലൈക്ക്. എന്നിട്ട് നമ്മൾ ബാക്കി ഫില്ല് ചെയ്യണം. കംപ്ലീറ്റ് ചെയ്യാനുള്ളത് ഇവിടെ ഉണ്ട്. ബുക്സ് ഉണ്ട്, ഐസ്ക്രീംസ് ഉണ്ട്, ബിസ്ക്കറ്റ്സ് ഉണ്ട്. അപ്പോൾ ടീച്ചറോട് എക്സാമ്പിൾ പറയാം. ഐ ലൈക്ക് ടു ഗോ ടു ദ പാർക്ക്. ഞാൻ പാർക്കിൽ പോകാൻ ഇഷ്ടപ്പെടുന്നു. ഐ ലൈക്ക്. ഐ ഡോണ്ട് ലൈക്ക് വാച്ചിങ് ടി വി. ഞാൻ ടി വി കാണാൻ ഇഷ്ടപ്പെടുന്നില്ല. ഐ ലൈക്ക് ടു റീഡ് ബുക്സ്. ഞാൻ ബുക്സ് വായിക്കാൻ ഇഷ്ടപ്പെടുന്നു. ഓക്കെ,
അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടം എന്താണോ അതിനനുസരിച്ച് എന്ത് ചെയ്യുക, ഇത് കംപ്ലീറ്റ് ചെയ്യുക. ശ്രദ്ധിക്കാനുള്ളത് ഐ ലൈക്ക്, ഐ ഡോണ്ട് ലൈക്ക്, എന്നിട്ട് നിങ്ങളിത് കംപ്ലീറ്റ് ചെയ്യണമായിരുന്നു. അതായിരുന്നു ആക്ടിവിറ്റി 3. ഇനി ആക്ടിവിറ്റി 4 ടീച്ചർ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇതാ ഇവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട് കണ്ടോ. ഈ ക്വസ്റ്റ്യൻസ് ഉപയോഗിച്ച് ഹിൻ്റാണ്. ഈ ഹിൻസ് ഉപയോഗിച്ചിട്ട് ലിറ്റിൽ ട്രെയിൻ്റെ തോട്ട്സ് ഓഫ് ലിറ്റിൽ ട്രെയിൻ ഇന്നലെ ടീച്ചർ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾ എത്ര പേര് പഠിച്ചു എന്ന് അറിയില്ല. ടീച്ചർ ഇന്നലെ എക്സാം ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ലിറ്റിൽ ട്രെയിൻ്റെ തോട്ട്സ് ആണ്. Haven't you read the story? The little engine that could. The little train was full of good things for the boys and the girls who were on the other side of the mountain. It was moving happily along the tracks, but suddenly the train came to a stop. What might be the thoughts of the little train? You may use the following questions as hints. ഇവിടെ നൽകിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഹിൻസ് ആയിട്ട് ഉപയോഗിച്ചിട്ട് എന്താണ് നിങ്ങൾക്ക് ഒരു ആശയങ്ങൾ കിട്ടാനുള്ള ഒരു ഹിൻ്റായിട്ട് ഉപയോഗിച്ചിട്ട് എന്തായിരിക്കും ലിറ്റിൽ ട്രെയിനിൻ്റെ ചിന്തകൾ എന്ന് എഴുതാനുള്ളതായിരുന്നു 4ാമത്തെ ആക്ടിവിറ്റി. ഓക്കെ, ഇനി 5ാമത്തെ ആക്ടിവിറ്റിയിലോട്ട് പോകാം. പിക്ചർ ടെയിൽ. ഇവിടെ പിക്ചേഴ്സ് നൽകിയിട്ടുണ്ട് കണ്ടോ. ഈ ഈവൻസ് നിങ്ങൾ കണക്ക് എടുത്തിട്ട് എന്ത് ചെയ്യുക, ഒരു സ്റ്റോറി എഴുതുക. ഡെവലപ്പ് എന്ത് ചെയ്യുക, ദ ഈവൻസ് ഇൻ ദ ഗിവൻ പിക്ചർ ഇൻ ടു എ സ്റ്റോറി. ഈ ഈവൻസ് ഉപയോഗിച്ചിട്ട് സ്റ്റോറി എഴുതുക. ഒരു ചെറിയ പ്ലാന്റ് ഒരു ബിഗ് ട്രീ ആയിട്ട് മാറി, നമുക്ക് പ്രയോജനമുള്ള ഒരു മരമായിട്ട് മാറി. അതെങ്ങനെയാണോ നിങ്ങൾ സ്റ്റോറി ആക്കാൻ ഉദ്ദേശിക്കുന്നത് അത് നിങ്ങൾ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് സ്റ്റോറി ആക്കിയിട്ടുണ്ടാവും അല്ലേ. ഓക്കെ, ആക്ടിവിറ്റി 6 എന്ന് പറയുന്നത് സ്കെച്ച് എ പിക്ചർ. റീഡ് ദ ഡിസ്ക്രിപ്ഷൻ ഓഫ് എ പാർട്ട് ദാറ്റ് ചെസ്റ്റർ റാക്കൂൺ വിസിറ്റഡ്. ചെസ്റ്റർ റാക്കൂൺ സ്കൂളിൽ പോയല്ലോ, അവിടെ വിസിറ്റ് ചെയ്ത പാർക്കാണ്. ഡ്രോ ദ പിക്ചർ ആൻഡ് ആഡ് ദ മിസ്സിംഗ് ഒബ്ജക്ട്സ്. നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ ഒരു ഡിസ്ക്രിപ്ഷൻ നൽകിയിട്ടുണ്ട്, അത് വായിച്ച് ഇവിടെ ഫില്ല് ചെയ്യാം, പിക്ചർ വരച്ച് കംപ്ലീറ്റ് ചെയ്യാം. ഇറ്റ് ഈസ് എ ബ്യൂട്ടിഫുൾ പാർക്ക്. ഇതൊരു ബ്യൂട്ടിഫുൾ പാർക്കാണ്. ദെയർ ആർ ഹ്യൂജ് ട്രീസ് പ്ലാന്റഡ് ഇൻ ആൻഡ് അറൗണ്ട് ദ പാർക്ക്. ഈ പാർക്കിനകത്തും ചുറ്റുമൊക്കെ എന്താണ്, വലിയ മരങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, വലിയ മരങ്ങളൊക്കെ നട്ടിട്ടുണ്ട്. സം ഫ്ലവർ പോട്ട്സ് ആർ കെപ്റ്റ് നിയർ ദ ബെഞ്ച്. ബെഞ്ചിൻ്റെ അടുത്ത് കുറച്ച് ഫ്ലവർ പോട്ട്സ് ഉണ്ട്, ചെടിച്ചട്ടി ഉണ്ട്, അത് നിങ്ങൾ വരയ്ക്കുക കേട്ടോ. കളർഫുൾ ഫ്ലവേഴ്സ് മേക്ക് ദ പാർക്ക് അട്രാക്റ്റീവ്. അതിൽ നല്ല കളർഫുൾ പിക്ചേഴ്സ് ഒക്കെ വരയ്ക്കണം, അത് നല്ല ഈ പാർക്കിനെ അട്രാക്റ്റീവ് ആക്കുന്നു. ബട്ടർഫ്ലൈസ് ആൻഡ് ഡ്രാഗൺ ഫ്ലൈസ് ആർ ഫ്ലട്ടറിങ് അറൗണ്ട് ദ ഫ്ലവേഴ്സ്. ഫ്ലവേഴ്സിന് ചുറ്റും ചിത്രശലഭങ്ങളും തുമ്പികളും ഇങ്ങനെ പറക്കുകയാണ്. എ ബേർഡ് ഈസ് സിറ്റിംഗ് ഓൺ എ ട്രീ. ട്രീയിൽ ഒരു ബേർഡ് ഇരിക്കുന്നു. ഇത് വരയ്ക്കണം, ഇതിൽ വരച്ചിട്ടില്ല. നിങ്ങൾ എന്ത് ചെയ്ത് വായിച്ചിട്ട് എന്തൊക്കെയാണോ വരയ്ക്കാൻ പറഞ്ഞിട്ടുള്ളത് അത് വരയ്ക്കുക. There are swings. അവിടെ സ്വിങ്സ് ഉണ്ട്, ഊഞ്ഞാലുകളുണ്ട്. സ്ലൈഡ്സ് ഉണ്ട്. ആൻഡ് മെറിഗോ ഉണ്ട്. മെറിഗോ റൗണ്ട് ഇൻ ദ പാർക്ക്. മെറിഗോ ഉണ്ട്, സ്ലൈഡ്സ് ഉണ്ട്, സ്വിങ് ഉണ്ട്. എ പോണ്ട് ഈസ് ദെയർ അറ്റ് ദ സെൻറ്റർ ഓഫ് ദ പാർക്ക്. ഒരു പോണ്ട് ഈ പാർക്കിന്റെ സെൻട്രൽ മിഡിലുണ്ട്. 2 ducks ആർ സ്വിമ്മിങ് ഇൻ ദ പോണ്ട്. ഡക്സ് ഇല്ല, വരയ്ക്കുക കേട്ടോ. എ ബ്യൂട്ടിഫുൾ ലോട്ടസ് മേക്സ് ദ പോണ്ട് പ്രിറ്റി. നല്ല മനോഹരമായ ഒരു ലോട്ടസ് ആ കുളത്തെ മനോഹരമാക്കുന്നു. ലോട്ടസും വരയ്ക്കണം. ബേർഡ് വരയ്ക്കാനുണ്ട്, ലോട്ടസ് വരയ്ക്കാനുണ്ട്, ഡക്സ് വരയ്ക്കാനുണ്ട്, പ്ലാന്റ്സ് വരയ്ക്കാനുണ്ട്, ഫ്ലവേഴ്സ് വരയ്ക്കാനുണ്ട്, ബട്ടർഫ്ലൈസ് വരയ്ക്കണം, ഡ്രാഗൺ ഫ്ലൈ വരയ്ക്കണം. ഇതൊക്കെ എന്ത് ചെയ്യണം, വരച്ച് ഈ പിക്ചറിനെ ബ്യൂട്ടിഫുൾ ആക്കുക. കളർഫുൾ ഫ്ലവേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ എന്ത് ചെയ്യണം, കളർ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇതെല്ലാവരും എഴുതിയല്ലോ. സ്കെച്ച് എ പിക്ചർ നിങ്ങൾ എല്ലാവരും ചെയ്തിട്ടുണ്ടാകും. എന്തായാലും ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ എല്ലാവരും ചെയ്തിട്ടുണ്ടാകും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആക്ടിവിറ്റി 7. വളരെ ഈസി ക്വസ്റ്റ്യൻ ആയിരുന്നു. എഡിറ്റിംഗ്. ടീച്ചർ നല്ല പറഞ്ഞു വിട്ടു, എഡിറ്റിംഗ് ഉണ്ടാകുമെന്ന് ടീച്ചർ ഒത്തിരി പ്രാവശ്യം പറഞ്ഞു. എക്സാമ്പിൾ ക്വസ്റ്റ്യൻസ് ഒക്കെ പഠിപ്പിച്ചു. 2 ക്വസ്റ്റ്യൻ എന്നല്ലേ ടീച്ചർ പഠിപ്പിച്ചു വിട്ടു. ഓർമ്മയുണ്ടോ? യെസ്. എഡിറ്റിംഗ്. ഓൺ 10 May 1993 എ ഗേൾ യങ്, അങ്ങനെയാണോ പറയാ? ഗേൾ യങ് എന്നാണോ പറയാ? നോ. എന്താ പറയാ? യങ് ഗേൾ. ഒന്നാമത്തെ ആൻസർ എന്തായിരുന്നു? യങ് ഗേൾ ഓഫ് ഹിമാചൽ പ്രദേശ് കോൾഡ് ഡിക്കി. ഡിക്കി വിളിക്കുന്ന ഒരു പേരാണ്. ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ ആണോ സ്മോൾ ആണോ? ക്യാപിറ്റൽ. അപ്പോൾ ബി ക്വസ്റ്റ്യൻ ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ ആക്കിയാൽ മതിയായിരുന്നു. ഡോൾമ സെറ്റ് എ വേൾഡ് റെക്കോർഡ് വെൻ. ഡിക്കി ഒരു പെൺകുട്ടിയാണ്. കാരണം എന്താ? ഗേൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പെൺകുട്ടിയാണെങ്കിൽ ഹി ആണോ ഷീ ആണോ വരിക? ഷീ. യെസ്, ഷീ ആണ്. ഷീ ബിക്കെയിം ദ യങ്ങസ്റ്റ് വുമൺ ഓൺ ദ വേൾഡ് ആണോ ഇൻ ദ വേൾഡ് ആണോ? ലോകത്തിൽ. അപ്പോൾ എന്താ? ഇൻ ദ വേൾഡ്. ടു ക്ലൈംബ്. ക്ലൈംബിന്റെ സ്പെല്ലിംഗ് ശരിയാണോ? നോ. ഇവിടെ എ വേണ്ടേ അല്ലേ? അപ്പോൾ ഈ
ആൻസർ എന്തായിരുന്നു? ക്ലൈംബ് ദ എവറസ്റ്റ്. ഇതായിരുന്നു കറക്റ്റ് ആൻസേഴ്സ്. ഓൺ 10 May 1993, a young girl of Himachal Pradesh called Dicky Dolma set a world record when she became the youngest woman in the world to climb the Everest. Okay? അപ്പോൾ ഇവിടെ എഡിറ്റിംഗ് മനസ്സിലായല്ലോ. യങ് ഗേൾ ആയിരുന്നു. ഡിക്കിയുടെ ഡി ക്യാപിറ്റൽ ആയിരുന്നു. ഹീ അല്ല, ഷീ ആണ്, കാരണം ഇവിടെ ഗേൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ വുമൺ, സ്ത്രീയെ കുറിച്ചാണ് പറയുന്നില്ല, അപ്പോൾ ഷീ. അപ്പോൾ വുമൺ ഇൻ ദ വേൾഡ് ടു ക്ലൈംബ്. ക്ലൈംബിന്റെ സ്പെല്ലിംഗ് CLIMB, ക്ലൈംബ് ദ എവറസ്റ്റ്. ഓക്കെ, ഇത്രയും ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. വളരെ ഈസി ക്വസ്റ്റ്യൻസ് ആയിരുന്നു. നിങ്ങൾ ഇതിൽ എല്ലാം കറക്റ്റായിട്ട് 5 ക്വസ്റ്റ്യനും തെറ്റാതെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടാകും എന്ന് ടീച്ചർ വിശ്വസിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ് ഉടനെ വരുന്നുണ്ട്. നാളത്തെ സബ്ജക്റ്റുമായി ടീച്ചർ ഉടനെ വരുന്നുണ്ട്. എല്ലാവരും കാത്തിരിക്കുക കേട്ടോ. ഓക്കെ ചിൽഡ്രൻ, ബൈ. താങ്ക് യു. കിഡ്സ് ഏരിയ ഓൺലൈൻ്റെ സ്പെഷ്യൽ കോഴ്സസ് നിങ്ങൾക്കറിയാം. 1ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെ കിഡ്സ് ഏരിയ ഓൺലൈൻ ലൈവായിട്ട് ട്യൂഷൻ നൽകിക്കൊണ്ടിരിക്കുകയാണ്, ക്ലാസ് നൽകിക്കൊണ്ടിരിക്കുകയാണ്. മൺഡേ ടു ഫ്രൈഡേ ക്ലാസ് ആണ്, സാറ്റർഡേ എക്സാം ആണ്. എല്ലാ സാറ്റർഡേസിലും വീക്ക്ലി എക്സാം ആണ്. അപ്പോൾ സെപ്റ്റംബർ 18 ടേം 2 ക്ലാസ് സ്റ്റാർട്ട് ആവുകയാണ്. സെപ്റ്റംബർ 18 നെക്സ്റ്റ് ടേം 2 ക്ലാസ് സ്റ്റാർട്ട് ആകുന്നത്. 1ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് സൂമിൽ ലൈവ് ക്ലാസ് ആയിട്ടാണ് ക്ലാസ് ഉള്ളത്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. അതിനായിട്ട് ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. 9746487799. ഈ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് വാട്സപ്പ് മെസ്സേജ് അയക്കാവുന്നതാണ്.